ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് സഭായോഗമായി കടന്നു വന്നു. നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു, മഹത്വപ്പെടുത്തി ആരാധിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെ പ്രേരിപ്പിച്ചതുപോലെ നമ്മളിന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മൾ ഹല്ലേലൂയ തീർത്തും വായിച്ചു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് അല്പസമയം നമുക്ക് സംസാരിക്കുവാൻ അവിടുന്ന് നമ്മൾ സ്തോത്രം ആഗ്രഹിക്കുന്നു. നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി വായിക്കാം. 3-ാമത്തെ ആ അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചു. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക. ആമേൻ. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളിച്ചെയ്യുന്നു. സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്തു അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്ന ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴിക നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ആമേൻ. സ്തോത്രം. അവിടെ ഒന്ന് നിൽക്കട്ടെ. സ്തോത്രം. ഇവിടെ വ്യക്തമായിട്ട് പറയാണ്, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകും. ജീവനുള്ളവൻ എന്നുള്ള പേര് നമുക്കുണ്ട്, എങ്കിലും കർത്താവായ യേശു പറയാണ് നാം മരിച്ചവനാണ്. എന്തുകൊണ്ടാണ് മരിച്ചവനായത്? എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ മരിച്ചവനായിരിക്കുന്നത്? ജീവനുണ്ടെന്ന് നമുക്ക് പേര് പറയുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ മരിച്ചത്? പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് പുതിയ നിയമസഭയിൽ സ്തോത്രം, പുതിയ നിയമസഭ എന്ന് തന്നെ പറയണം. കാരണം എന്താ? കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അനുജയിക്കില്ല. അപ്പോൾ ഇതൊരു പുതിയ നിയമസഭ തന്നെയാണ്. കാരണം ഒരുവൻ ക്രിസ്തുവിലായ, നമ്മൾ വ്യക്തമായി പറയുമ്പോൾ ഇസ്രായേലിലുണ്ടായിരുന്ന ഇസ്രായേലിയർ പോലും യേശു കർത്താവിനെ വിശ്വസിച്ചപ്പോൾ അവർ പുതിയ സൃഷ്ടികളായി. ആ പുതിയ സൃഷ്ടിയായപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. അപ്പം പുതിയ നിയമം, ആ പുതിയ സൃഷ്ടികളായിരിക്കുന്ന പുതിയ മനുഷ്യൻ, പുതുതായ മനുഷ്യരെല്ലാവരും വന്ന് കൂടുന്ന സഭയാണ് പുതിയ നിയമസഭ. അതിന് നമുക്കൊരു പുതിയ നിയമവും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ നിയമമെല്ലാം വിട്ടിട്ട് പോയി. അതുകൊണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ വീഡിയോയിലും കഴിഞ്ഞ ആഴ്ചത്തെ സഭായോഗത്തിൻ്റെ വീഡിയോയിലും നമ്മൾ സംസാരിച്ചു. എന്താണ്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം. നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു പുതിയ നിയമം ഉണ്ട്, ആ നിയമത്തിൽ ഉറച്ചു നിൽക്കണാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പുറയിലേക്ക് പോയപ്പോൾ എന്ത് പറ്റി? നമ്മൾ അടിമനൂഹത്തിലാണ്. ഇപ്പോൾ കിടക്കുന്ന നമ്മൾ അടിമനൂഹത്തിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്താലും ജീവനില്ല. അതാണ് വിഷയം, ജീവനില്ല. കർത്താവ് പറയുന്നു, ഞാൻ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകും. കണ്ടോ? യേശു ക്രിസ്തു പറഞ്ഞത് വചനമാണ് ആത്മാവും ജീവനും. ആ ജീവനുള്ള വചനമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. പഴയ നിയമത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു? യോനയോട് ദൈവം പറഞ്ഞത് എന്താണ്? നീ നീനവേയിലേക്ക് ചെന്ന് അതിനെതിരെ പ്രസംഗിക്കാനാണ് പറഞ്ഞത്. പക്ഷേ യോന എന്ത് ചെയ്ത്? യോന അതനുസരിക്കാതെ യോന എങ്ങോട്ട് പോയി? തർസീസിലേക്ക് പോകുന്ന കപ്പലിൽ കയറി. അവിടെ ചെന്നപ്പോൾ എന്ത് പറഞ്ഞു? സ്തോത്രം. ആ കപ്പൽ കണ്ട് കൂലി കൊടുത്തു. അപ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്ന് യോന എങ്ങോട്ട് പോയി? തർസീസിലേക്ക് പോയി. അപ്പോൾ പിന്നെ ദൈവം എന്ത് ചെയ്തു? യോന കയറുന്ന കപ്പലിന് പെരുങ്കാറ്റടിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണം നമ്മൾ അനുസരിക്കാതെ, ആ പ്രമാണത്തിന് അനുസരണമായ രീതിയിലുള്ള ആരാധനകളും പ്രാർത്ഥനകളും സുവിശേഷ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ തിരുവത്താഴവും അതേപോലെ നടത്തിയില്ലെങ്കിൽ ദൈവത്തിന് വിരോധമായ രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് വിരോധമായ പ്രവൃത്തിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം വരുമോ? അത് തന്നെയാണ് അവിടെ വന്ന് ഓനാകിയേറെ കപ്പലിനകത്തുള്ള ചരക്ക് ഇറക്കി ഭാരം കുറക്കുവാൻ ആ കപ്പലിലുള്ളവർ ആഗ്രഹിച്ചു. അങ്ങനെ കപ്പലിനകത്ത് ഇരുന്ന സാധനങ്ങളെല്ലാം വെള്ളത്തിൽ
പെറുക്കിക്കളഞ്ഞ് കപ്പലിന് ഭാരം കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കപ്പലിൻ്റെ അടിത്തട്ടിൽ ആടി കിടക്കുന്നു. യോന കിടന്ന് നല്ലതുപോലെ കിടന്നുറങ്ങുകയാണ്. സ്തോത്രം. അപ്പോഴാണ് കപ്പലിൻ്റെ ഉടമ അവിടെ വന്നു. കപ്പലിൻ്റെ ഉടമ വന്നിട്ട് എന്തു പറഞ്ഞു? അപ്പം അവിടെ കപ്പലിലുള്ളവരെല്ലാവരും ചിന്തിക്കുന്നു, ഇത് ആരുടെ നിമിത്തമാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്? അവരെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നവർ, അവിടെ കപ്പലിൻ്റെ ഉടമ വന്നിട്ട് പറഞ്ഞു, നീ ഉറങ്ങുന്നത്? കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷെ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. ഈ സംഭവം പറയുമ്പോൾ സ്വത്രം ആ കപ്പലിനടുത്ത ഉള്ള ആൾക്കാരെല്ലാം കൂടെ കപ്പലുടമയെടുത്ത് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടാം. അവരെല്ലാവരും കൂടി ചീട്ടിട്ടപ്പോൾ ചീട്ട് ആർക്ക് വന്നു? യോനയ്ക്ക് വന്നു. സ്തോത്രം. അപ്പം യോനയെ ഈ കപ്പലിൽ നിന്ന് മാറ്റാൻ എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യോന തന്നെ പറയണം. അതിന് അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനകത്തിരിക്കുന്നത്. അവരന്തം വിട്ട്. സ്തോത്രം. ഉടനെ എന്ത് ചെയ്ത്? ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടെന്നാ പറയുന്നത്. സ്തോത്രം. അവനോട്, നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഇവൻ ദൈവത്തിൻ്റെ ദാസനാണോ എങ്കിലും ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ ഓടി മാറിയിരിക്കുകയാണ്. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചു. യോനായോട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സമുദ്രം മേൽക്കുമേൽ കോപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ യോന പറഞ്ഞു, വേറൊരു മാർഗവും കാണുന്നില്ല. യോന പറഞ്ഞു, എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷേ യോനയെ എടുത്തെറിഞ്ഞെങ്കിലും ഈ കടലിലെ തിമിംഗലത്തിന് യോനയോ അല്ലെങ്കിൽ കപ്പലുടമയോ ആരാണെന്നൊന്നും തിമിംഗലത്തിന് നോക്കേണ്ട കാര്യമില്ല. തിമിംഗലം എന്ത് കണ്ടാലും വിഴുങ്ങും. ഉടനെ യോന വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഉടനെ തിമിംഗലം വന്ന് യോനയെ വിഴുങ്ങി. പക്ഷേ യോനയെ വിഴുങ്ങിയതെന്തിനാണ്? തിമിംഗലം ഭക്ഷിക്കാൻ തന്നെയാണ്. പക്ഷേ തിമിംഗലത്തിൻ്റെ വയറ്റിലേക്ക് ചെന്നതും യോന അവിടെ കിടന്ന് വളരെ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ കിടന്ന് യോന ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു, ഞാൻ അനുസരണക്കേട് കാണിച്ച് എന്നോട് ക്ഷമിക്കണം, എന്നെ കരക്ക് എന്നെ എത്തിക്കുമെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് തന്നെ, നീ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ പോകാമെന്ന് അവൻ ദൈവത്തോട് നിലവിളിച്ച് മാപ്പ് പറഞ്ഞു. അവനൊരു മാനസാന്തരം ഉണ്ടായി. അവൻ പൂർണ്ണമായൊരു മടങ്ങി വരവിലേക്ക് വരുമെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവം എന്ത് ചെയ്ത്? അവനെ സൂക്ഷിച്ച്. തിമിംഗലത്തിൻ്റെ വയറ്റിൽ യോനയെ സൂക്ഷിച്ച് തിമിംഗലത്തോട് ദൈവം കൽപ്പിച്ചു, നീ കൊണ്ടുപോയി ഈ യോനയെ കരക്ക് കൊണ്ടുപോയി ഛർദ്ദിച്ച് കളയും, അവനൊരു കേടുപാടും സംഭവിക്കരുത്. അങ്ങനെ യോനയെ കരയ്ക്ക് കൊണ്ടുവന്ന് തിമിംഗലം ഛർദ്ദിച്ച്. ഈ തിമിംഗലത്തിന് ദൈവവിശ്വാസമൊന്നുമില്ല. ഈ തിമിംഗലം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ തിമിംഗലത്തിൻ്റെ അകത്ത് ചെന്നപ്പോൾ യോന അവിടെ കിടന്ന് നിലവിളിച്ച് യോന ചെയ്തതെല്ലാം തെറ്റാണെന്ന് തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്ന് നിലവിളിച്ച് കണ്ണുനീരോടുകൂടെ നിലവിളിച്ച് പറഞ്ഞതുകൊണ്ട് ദൈവം അത് കേട്ടു. അങ്ങനെ ദൈവം യോനയ്ക്കൊരു സഹായം ചെയ്ത് യോനയെ തിമിംഗലം കൊണ്ടൊന്ന് കരക്കിടാനായിട്ട് തിമിംഗലത്തോട് ദൈവം സംസാരിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെയും ഇപ്പോഴത്തെ പ്രവൃത്തി എങ്ങനെയാണെന്ന് ഓരോരുത്തൻ ശോധന ചെയ്യണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് സമൂഹമേ, ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തി ഒന്നും പൂർണ്ണതയുള്ളതല്ല. ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ആരാധനകളും പ്രാർത്ഥനകളും സുവിശേഷ പ്രവർത്തനങ്ങളും തിരുവത്താഴ ശുശ്രൂഷകളൊന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലല്ല.
അവിടുന്ന് നമുക്ക് കാണിച്ച് മാതൃക പ്രകാരമല്ല നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുകയാണ്. യോഹന്നായോട് ദൈവം ഇടപെട്ടതുപോലെ ഓരോ വ്യക്തികളോടും ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തിമിംഗലത്തിന്റെ വയറ്റിലാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പോകാനും നമുക്ക് കഴിയില്ല. ഇന്നത്തെ തിമിംഗലൊന്നും നമ്മളെ വിഴുങ്ങിയാൽ കരക്കോട്ട് വന്ന് ഛർദ്ദിച്ച് ഇടുന്ന തിമിംഗലമൊന്നും അല്ല ഇന്ന് കടലിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലായിക്കൊള്ളണം. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ്, ഒരു മാനസാന്തരം നമുക്ക് വേണം. വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിന്റെ 14 മുതൽ ഇവിടെ പറയുന്നത്, ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ട് കളയും. തിമിംഗലം ഛർദ്ദിച്ചതുപോലെയല്ല കർത്താവിന്റെ വരവിൽ കർത്താവ് ഉമിണ്ട് കളയുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? ഹാലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല, അവനുള്ളവനല്ല. കർത്താവായ യേശു ക്രിസ്തു മേഘത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുകയും സത്യവചനത്തിൽ ഒത്തവണ്ണം ജീവിക്കുകയും ചെയ്യുന്നവൻ മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് സമൂഹത്തിൽ നടക്കുന്ന സങ്കീർത്തന വായനകളും ഹാലേലൂയ പുസ്തകത്തിലെ പാട്ടുകളും ഹാലേലൂയ പഴയ നിയമത്തിൽ നിന്നുള്ള പ്രസംഗവും കൊണ്ടൊന്നും സ്വർഗത്ത് പോയാലും ഇത് വ്യക്തമായിട്ട് പറയുന്നു. ഇന്നത്തെ IPC സമൂഹമേ, ഇന്നത്തെ ന്യൂ ഇന്ത്യ ചർച്ച് സമൂഹമേ, ചർച്ച് ഓഫ് ഗോഡ് സമൂഹമേ, ഷാരോൺ സമൂഹമേ, എല്ലാവരോടായിട്ട് പറയുകയാണ്, ആരും സത്യത്തിന് വേണ്ടി നിൽക്കുന്നില്ല. ഒരു വ്യക്തി പോലും സത്യത്തിന് വേണ്ടി നിൽക്കുന്നില്ല. ഒരു സഭ പോലും സത്യത്തിന് വേണ്ടി നിൽക്കുന്നില്ല. എല്ലാവരും അവരവരുടെ ആ നിലവാരം വെച്ച് മുന്നോട്ട് പോകുകയാണ്. അത് വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 2 തിമോത്തി 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവർ ഉപദേശം കർണരസമാകുവാൻ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടകന്മാരെ പെരുക്കി സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. സ്തോത്രം. വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം എല്ലാവരും ഇത് ശരിയായ രീതിയിൽ ഒന്ന് കേട്ട് വായിച്ചു മനസ്സിലാക്കണം. എല്ലാവരോടും പറ, IPCക്കാരോടും ന്യൂ ഇന്ത്യ ചർച്ചുകാരോടും അതുപോലെ ഷാരോൺകാരോടും ബ്രദറുകാരോടും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സംഘടനകളോടുമാണ് വ്യക്തമായിട്ട് പറയുന്നത്. ആരും ഇതിന്റെ നിലവാരത്തിലേക്ക് വരുന്നില്ല. ഒരൊറ്റ പ്രാസംഗികനും വരുന്നില്ല. ഇന്ന് വലിയ പ്രാസംഗന്മാരാണ് നടക്കുന്ന ചെയ്സ് ജോസഫ് പാസ്റ്ററോടും അതുപോലെ തന്നെ അനീഷ് കാവാലത്തോടും അതുപോലെ തന്നെ KC ജോൺ പാസ്റ്ററോടും അതുപോലെ തന്നെ K ജോയ് പാസ്റ്ററോടും എല്ലാവരും എനിക്കറിയാവുന്ന പാസ്റ്റർമാരോട് പറയുകയാണ്, നിങ്ങളുടെ ഈ പ്രസംഗം കൊണ്ട് കാര്യമായില്ല. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ സഭകളിൽ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ സഭകളിൽ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവരെ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇതെല്ലാം ഇന്ന് നിങ്ങളെല്ലാം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പേരിക്കുകയാണ്. ഓരോ സംഘടനകളുടെയും ബൈബിൾ കോളേജുകൾ എങ്ങനെ പഠിപ്പിക്കുന്നു ആ പഠന രീതിയിലാണ് പോകുന്നത്. അല്ലാതെ ഇന്നുള്ള ഓരോറ്റ ശുശ്രൂഷന്മാരെയും പരിശുദ്ധ ആത്മാവിൽ പ്രാപിച്ച് കൊടുക്കുന്ന ഒരു ശുശ്രൂഷന്മാരെയും കാണാനില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ഈ സമയത്ത് വ്യക്തമായിട്ട് വിളിച്ചു പറയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിയായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കണം. അവിടെ എന്താ പറയുന്നത്? അവർ പത്യോപദേശം പൊറുക്കാതെ. അപ്പൊ പത്യോപദേശം പൊറുക്കുന്നില്ല ആരാണെന്നും കൂടെ മനസ്സിലാക്കണം. പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ്. കർണരസം കേൾക്കുന്നവർക്കൊന്ന് കേട്ട് ചിരിക്കാൻ, ഒന്ന് ചിരിക്കണം, എങ്കിലേ അവരിയ്ക്കുന്നുള്ളൂ. അപ്പോ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയാണ്. എവിടെ? ബൈബിൾ കോളേജിൽ. ആ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു വന്ന ശുശ്രൂഷകന്മാരാണ് ഈ കാണുന്നതല്ല. അല്ലാതെ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നില്ല.
പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ആരും പറയുന്നില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും അത് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്നാണെന്ന് ആരും പറയുന്നില്ല. ഓരോ ബൈബിൾ കോളേജിലും പഠിപ്പിച്ചത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ പോരികയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുകുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. കാലം വന്നു കഴിഞ്ഞു. ഇന്ന് മോഹം കെട്ടുകഥകളാണ്. അനീഷ് കാവാലത്തിന്റെ ഒരു ഒറ്റ പ്രസംഗത്തിന് 10,000 പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കർണരസമാകുമാർ. കർണരസം കേൾക്കുന്നവർക്ക് ചിരിക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? അപ്പൊ അങ്ങനെ ലൈക്ക്. അതൊന്നും പ്രയോജനമുള്ളതല്ല, ദൈവത്തിന് പ്രസാദമുള്ളതല്ല. ദൈവത്തിന് പ്രസാദമുണ്ടാകണമെന്നുണ്ടെങ്കിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അപ്പൊ നോക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവനെ ഞങ്ങൾ അറിയിക്കുന്നത് ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യും. സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചേക്കണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്. അവനെ, ആരെ? ക്രിസ്തുവിനെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, അല്ലാതെ ലോകക്കാരനാക്കിയില്ല, ലോകപരമായി പോവുകയില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ സഭകളില് ഇന്നും ഈ പാസ്റ്റർമാർ ശുശ്രൂഷിക്കുന്ന അവരുടെ സഭകളിൽ ഒരു സുവിശേഷനെ കാണിച്ചു തരാൻ പറ്റുമോ? ശരിക്കുള്ളൊരു സുവിശേഷനെ കാണിച്ചു തരാൻ പറ്റുമോ? ട്രാക്ട് കൊടുക്കുന്നവരെ കാണിക്കാൻ പറ്റും. ശരിക്കുള്ളൊരു സുവിശേഷനെ കാണിക്കാൻ പറ്റുമോ? ആ സുവിശേഷകൻ പോയാൽ ഒരു പട്ടണത്തിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്നാൽ ഒരു വ്യക്തമായിട്ട് പറഞ്ഞാൽ ആ വീടിന് സമാധാനം പറയുന്ന ഒരു ശുശ്രൂഷനെ കാണിക്കാൻ പറ്റുമോ? ആ പട്ടണത്തിന് സമാധാനം പറയുന്ന ഒരു ശുശ്രൂഷനെ കാണിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു തെരിക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. ഇന്ന് തെരിക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാരെ കാണാനുള്ളത് അനുസരണക്കേടാണ് മുഴുവൻ. കർത്താവിന് യോഗ്യമായ രീതിയിലല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു പൗലോസ് പറഞ്ഞത് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. സ്തോത്രം. ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞതുപോലെ മാതൃകാപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ വലിയ വലിയ ശുശ്രൂഷകന്മാർ ഉണ്ടല്ലോ, വലിയ വലിയ മെഗാ ശുശ്രൂഷന്മാരുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ക്രിസ്തുവിൽ തികഞ്ഞ ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ എന്ത് ശുശ്രൂഷയാണ് നടക്കുന്നത്? അവിടെ വ്യക്തമായി പറയുന്നുണ്ട് 29-ാമത്തെ വാക്യം. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിലിരിക്കാൻ അവർക്ക് നേരമില്ല. അവർക്ക് കാറുകളും ബംഗ്ലാവുകളും പണവും പണക്കൊഴുപ്പിന്റെ പ്രൗഢിയിലാണ് അവിടെ നടക്കുന്നത്. അവർക്ക് എങ്ങനെ ദൈവസന്നിധിയിലിരിക്കാൻ കഴിയുന്നു? പ്രിയപ്പെടുന്നു. വിശ്വാസത്തിൽ വന്നപ്പോൾ എന്തുണ്ടായിരുന്നു, ഇപ്പോൾ ആയിരിക്കുമ്പോൾ എന്തുണ്ട്? ഒന്നും മനസ്സിലാക്കി. ഇതെല്ലാം എവിടുന്ന് വന്നു? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നാശത്തിലേക്ക് പോകുന്നതാണ്. ഇത് നാശത്തിലേക്കുള്ള പോക്കാണ് പോകുന്നത്. ഈ നാശത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, അവരോട് വേർപെട്ടിരിപ്പി. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം വിട്ട് നടക്കുന്ന ഏതൊരു സഹോദരനോടും അകന്നിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ സ്തോത്രം ആജ്ഞ. അതനുസരിക്കാൻ കഴിവുണ്ടോ? ആർക്കെങ്കിലും സ്വർഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ദൈവരാജ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരിൽ നിന്ന് വേർപെട്ടിരിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് എത്രയും ആസന്നമായി. ഇന്ന് കാണുന്ന ഈ സമ്പ്രദായങ്ങളൊന്നും കർത്താവിനു ഹല്ലേലൂയ സ്തോത്രം യോജിച്ചതല്ല, വചനത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയാൻ ഇന്ന് സഭക്ക് കഴിയും. പക്ഷേ
ഞാൻ ധനവാൻ സമ്പന്നനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനവും ദൈവവും കർത്താവും പറയുന്നു, ആത്മീകമായി നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാൻ ധരിക്കാൻ വെള്ളയുടുപ്പും, തേജസ്സാവുന്ന വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടി കണ്ണിലുള്ള ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. എനിക്ക് പറയാൻ ഒത്തിരിയുണ്ട്, പക്ഷേ ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ആരും എല്ലാവർക്കും അത് കേൾക്കാൻ താല്പര്യം വഴിയില്ല. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, നമ്മുടെ കർത്താവിൻ്റെ വരവ് എത്രയാസം. ഇന്ന് കാണിക്കുന്ന ഈ സമ്പ്രദായത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ സംഘടനകളൊന്നും ആരെങ്കിലും അതിൽ നിന്നും പിന്മാറാൻ അവർക്ക് സാധിക്കത്തില്ല. അല്പം തെറ്റാണെന്ന് അവർക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. അങ്ങനെ തെറ്റാണെന്ന് അവർ സമ്മതിച്ചാൽ അവരുടെ കയ്യിലെ വാച്ചൂരി പോകും എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് അവരുടെ പ്രൗഢിയും അവരുടെ മഹത്വം എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവ് എത്രയും ആസന്നമായി. കർത്താവിൻ്റെ സന്നിധിയിലെത്താൻ, പിതാവിൻ്റെ സന്നിധിയിലെത്തുവാൻ, കർത്താവിൻ്റെ വരവിൽ നമുക്ക് കർത്താവിനോടുകൂടി പിതാവിൻ്റെ സന്നിധി എത്തണമെന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണമായൊരു മാനസാന്തരം നമുക്ക് വേണം. പൂർണ്ണമായൊരു മടങ്ങി വരവാണ് ഉണ്ടാകണം. അത് തീയിലൂതി കഴിച്ച പൊന്നാകുന്ന ഉപദേശത്തിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്ന് എന്നെ കേട്ട, എൻ്റെ ഈ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം.